ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിന് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് DGPയോട് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു മന്ത്രിസഭ. ഒപ്പം മറ്റ് വിഷയങ്ങളിൽ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ സമീപനം. ഇത് മുൻപും എടുത്ത സമീപനമാണ്. അതായത് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് CPI അടക്കം ആവശ്യപ്പെട്ടതുപോലെ ADGP MR അജിത് കുമാറിന് സ്ഥാനചലനം ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി എന്താണോ മുൻപ് പറഞ്ഞത് അതേ നിലപാടിൽ അണുവിട വ്യത്യാസമില്ലാതെ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഒരു പിടി പിടിച്ചാൽ അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. നേരത്തെ നമുക്കറിയാവുന്ന കാര്യം. അദ്ദേഹം ആകെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീറാം വെങ്കട്ടരാമനെ ആലപ്പുഴ കളക്ടറായിട്ട് നിയമിച്ച കാര്യത്തിൽ മാത്രമാണ്. അന്ന് ചില തലക്കെട്ടുകാർ തിരുവനന്തപുരത്തും ആലപ്പുഴയിലൊക്കെ പ്രകടനം നടത്തിയപ്പോൾ അദ്ദേഹം ആ തീരുമാനം പിൻവലിക്കും. അദ്ദേഹത്തിന് വേറൊരു ലാവണം കൊടുത്തിട്ട് മറ്റൊരു കാര്യത്തിലും അദ്ദേഹം അങ്ങനെ വെച്ച കാലം പുറകോട്ട് എടുത്തായിട്ട് ചരിത്രമില്ല. അതിപ്പോ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടാലും ശരിയാണ്, സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടാലും ശരിയാണ്, PV അൻവർ ആവശ്യപ്പെട്ടാലും ശരിയാണ്, ആരാവശ്യപ്പെട്ടാലും ശരിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വേറെ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ല എന്ന് ആരും തന്നെ കുറ്റപ്പെടുത്തുകയില്ല. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കാര്യത്തിൽ നടപടി എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് സാധ്യമാണോ? ഇപ്പോൾ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGPക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ DGPയെ ചുമതലപ്പെടുത്തുന്നു. അൻവറിന്റെ ആരോപണങ്ങളിലുള്ള അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിശ്ചയിച്ച കാലപരിധി തീരുകയാണ്. 30 ദിവസമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ന് മുഖ്യമന്ത്രി ഇന്നും ആവർത്തിച്ചു. RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയും പരിശോധിക്കുന്നുണ്ട്. ഇതുകൂടാതെ വിജിലൻസ് പരിശോധിക്കുന്ന വിഷയങ്ങളുണ്ട്. അങ്ങനെ നിരവധി അന്വേഷണങ്ങൾ നടക്കുകയാണ്. റിപ്പോർട്ട് കിട്ടട്ടെ, എന്നിട്ട് ഞാൻ നിലപാട് പറയാമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഒരു നടപടി എന്നുള്ളത് ഒരുപാട് കാലം ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമാണോ? അല്ല, ഈ 30 ദിവസം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഇരുമ്പൊലക്കായിട്ട് നമ്മൾ വിചാരിക്കേണ്ടതില്ല. 30 ദിവസത്തിൽ അന്വേഷണം തീർന്നില്ലെങ്കിൽ 31-ാം ദിവസം അന്വേഷണം തുടരും, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ 31 ദിവസമായാലും 45 ദിവസമായാലും വ്യത്യാസമില്ല. അന്വേഷണം കൃത്യമായിട്ട് നടക്കണം എന്നുള്ളതാണ് പ്രശ്നം. അന്വേഷണം പ്രോപ്പറായിട്ട് നടക്കണം. അന്വേഷണത്തിൽ എല്ലാ ഭാഗക്കാർക്കും പറയാനുള്ളത് കേൾക്കണം. ഒരു ശരിയായ വിലയിരുത്തലിലേക്ക്, ശരിയായ കണ്ടെത്തലിലേക്ക് അത് എത്തണം. അതാണ് പ്രധാനം. അല്ല അനാവശ്യമായിട്ട് തിടുക്കം പിടിക്കുന്ന ഒരു കാര്യമില്ല. മാത്രമല്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു നിലപാടെടുക്കുന്നത് ശരിയല്ലോ. അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം അത് വായിച്ചു നോക്കിയിട്ട് അത് ബോധ്യമാണെങ്കിൽ നടപടിയെടുക്കുക, അത്രേ പറ്റുള്ളൂ. ആ കാര്യത്തിൽ നമ്മൾ വെറുതെ ധൃതി പിടിക്കുന്നതിൽ കാര്യമില്ല. ഒപ്പം അദ്ദേഹം PR ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തെക്കുറിച്ചും അല്ലെങ്കിൽ PR ഏജൻസി വഴി നൽകിയ അഭിമുഖത്തെക്കുറിച്ചും വിശദീകരിച്ചു. അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു PR-കാരനെയും കണ്ടിട്ടില്ല, ഏർപ്പാടാക്കിയിട്ടില്ല. ഇങ്ങോട്ട് എന്നെ TK ദേവകുമാറിന്റെ മകൻ സമീപിച്ചു. അതനുസരിച്ച് ഹിന്ദു കൊള്ളാവുന്ന ഒരു പത്രമായതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂ കൊടുക്കാമെന്ന് പറഞ്ഞു. അതല്ലാതെ ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല, സർക്കാർ ആരെ ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല, സർക്കാർ ആർക്കും പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കൺവിൻസിംഗ് ആണോ? അത് വളരെ ദുഷ്കരമാണ്. വേണമെങ്കിൽ നമുക്ക് നിർബന്ധിച്ചാൽ വിശ്വസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ പോലെ സൗമ്യനും സാത്വികനും പരോപകാരിയും പൊതുകാര്യ വ്യഗ്രനുമായ ഒരാൾ പറയുമ്പോൾ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു തുള്ളി ഉപ്പും കൂടി ചേർത്ത് മാത്രമേ അത് വിഴുങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു സത്യം. യെസ്, ഓക്കെ, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. ഇപ്പോൾ